السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സഹോദരങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ഖുർആനിലും ഹദീസിലും ധാരാളം പരാമർശങ്ങൾ കാണാം. ഖുർആൻ ഈസ എന്ന പേര് 25 തവണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനു പുറമെ ഇബ്നു മറിയം, അൽ മസീഹ് ഇബ്നു മറിയം എന്നിങ്ങനെ വേറെ നിലക്കും ഈസാ നബി അലൈഹി സ്വലാമിനെ പരാമർശിച്ചത് കാണാം. അതുപോലെ റൂഹുള്ള, കലിമത്തുള്ള എന്നിങ്ങനെയുള്ള പരാമർശവും കാണാം. റസൂലുള്ള. ഈസാ നബി അലൈഹിസ്സലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക ആയത്തായിരുന്നു. ഇത് ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സൂറത്ത് ആൽ ഇമ്രാനിൽ ഈസാ നബിയുടെ ജനനം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തിരോധാനവും അതും ഒരു വിഷയമാണ്. ഈസാ നബി മരിച്ചുവോ, ക്രൂശിതനായതാണോ, അതോ മരിക്കാതെ അള്ളാഹു അദ്ദേഹത്തെ ഭൂമിയിൽ നിന്ന് എടുത്തു കളഞ്ഞതാണോ? ഇത് സംബന്ധിച്ച് പല കാഴ്ചപ്പാടുകളുമുണ്ട്. ബൈബിൾ പറയുന്നത് യേശു കാൽവരി കുരിശിൽ ക്രൂശിതനായതിന് ശേഷം അദ്ദേഹത്തെ കല്ലറയിൽ അടക്കുകയും 3-ാം നാൾ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് പോവുകയും ചെയ്തു എന്നാണ്. എന്നാൽ വിശുദ്ധ ഖുർആനും ഹദീസും പറയുന്നത് മറിച്ചൊരു സംഗതിയാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ യഹൂദർ കൊല്ലാനും ക്രൂശിക്കാനുമൊക്കെ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തെ കൊല്ലാനോ ക്രൂശിക്കുവാനോ അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. മാ ഖതലൂഹു വമാ സലബൂഹു, അവർ അദ്ദേഹത്തെ കൊന്നിട്ടുമില്ല ക്രൂശിച്ചിട്ടുമില്ല എന്ന് സൂറത്ത് നിസായിൽ പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം എങ്ങനെയാണ് ഈ ലോകത്ത് നിന്ന് പോയിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ തിരോധാനം എങ്ങനെ സംഭവിച്ചു? ഇതിലേക്ക് വിശുദ്ധ ഖുർആൻ 2 സ്ഥലത്ത് സൂചന നൽകുന്നുണ്ട്, അല്ലെങ്കിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തെ സൂറത്ത് സുഖ്റുഫിൽ പരാമർശിച്ചിട്ടുള്ളത് ഇന്നഹു ഇൽമുൽ ലിസ്സാഅത്തി, അദ്ദേഹം ആ പ്രത്യേക ഘട്ടത്തിൻ്റെ, അതായത് അന്ത്യദിനത്തിൻ്റെ ഒരു അടയാളമാണ് എന്ന നിലക്കാണ്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം മരിച്ചുപോയോ ജീവിച്ചിരിപ്പുണ്ടോ ഇത് സംബന്ധിച്ച് CH മുസ്തഫ ദജ്ജാലിൻ്റേത് ഒരു മായാവി കഥയാണ് എന്ന് പറഞ്ഞതുപോലെ ഇതും ഒരു മായാവി കഥ എന്നാണ് മുസ്തഫ അവതരിപ്പിക്കണമെന്ന് മാത്രമല്ല, ഇതുപോലും മുആവിയയുടെ ആളുകൾ കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ്. ചുരുക്കത്തിൽ CH മുസ്തഫയെ ബാധിച്ചിട്ടുള്ളൊരു രോഗം ഒന്ന് മുആവിയൻ പേടി എന്നതാണ്. ശിരനാരീയ സിൻഡ്രം ബാധിച്ചതുപോലെ തന്നെയാണ് മുആവിയൻ പേടിയും അദ്ദേഹത്തെ ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് സംഗതി ഉണ്ടെങ്കിലും അതൊക്കെ മുആവിയയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടുക, ഇതാണ് മുസ്തഫയുടെ സ്ഥിരം പരിപാടി. അക്കൂട്ടത്തിലൊന്നാണ് ഈസാ നബി അലൈഹിസ്സലാം മരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഹദീസുകൾ അത് മുആവിയയുടെ ആളുകൾ കെട്ടിയുണ്ടാക്കിയതാണ് എന്ന ഈ വാദഗതി. വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞത് ഇത് ഖാലല്ലാഹു യാ ഈസ, അള്ളാഹു പറഞ്ഞ സന്ദർഭം, ഈസ ഇന്നി മുതവഫീക വ റാഫിഉക ഇലയ്യ, ഞാൻ നിന്നെ മരിപ്പിക്കുകയും അല്ലെങ്കിൽ നിന്നെ പൂർണ്ണമായി എടുക്കുകയും വ റാഫിഉക ഇലയ്യ, എന്നിലേക്ക് നിന്നെ ഉയർത്തുകയും ചെയ്യുമെന്നാണ്. സൂറത്ത് നിസായിൽ പറഞ്ഞിട്ടുള്ളത് ബർ റഫഅഹുല്ലാഹു ഇലൈഹി എന്നല്ല, അള്ളാഹു അദ്ദേഹത്തെ അവങ്കലേക്ക് ഉയർത്തി എന്നാണ്. ഇവിടെ സാധാരണഗതിയിൽ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും
അദ്ദേഹത്തിൻ്റെ മരണത്തെ സംബന്ധിച്ച് ഖുർആൻ പ്രതിപാദിക്കാറുള്ളത് മൗത്ത് അതുപോലെ തവഫി ഈ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നാൽ ഈസാ നബി അലൈഹിസ്സലാമിനുമായിട്ട് ബന്ധപ്പെടുത്തി തവഫ എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട് എന്നതോടൊപ്പം റഫ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. റഫ എന്നത് ഈസാ നബിയുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് സ്ഥലത്ത് റഫ ഇല എന്ന് പ്രയോഗിച്ചപ്പോൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ മറ്റ് പലതിനെപ്പറ്റിയും റഫ എന്ന് പ്രയോഗിച്ചു എന്നല്ലാതെ റഫ ഇല എന്ന പ്രയോഗം നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ റഫ ഇല എന്ന് പറയണമെങ്കിൽ താഴെ നിന്ന് ഒരു വസ്തു മേലോട്ട് ഉയർത്തുന്നതിന് പറയാം. അതേസമയം സ്ഥാനക്കയറ്റം കൊടുക്കുന്നതിനെ പറ്റിയോ അങ്ങനെ ഖുർആൻ പറയുന്നില്ല എന്നതാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ് ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ വറഫഅനാഹു മക്കാനൻ അലിയ്യ. അദ്ദേഹം സിദ്ദീഖും നബിയുമായിരുന്നു. അദ്ദേഹത്തെ നാം റഫഅനാഹു മക്കാനൻ അലിയ്യ ഉയർന്ന സ്ഥാനത്ത് ഉയർത്തി വെച്ചു എന്നാണ്. അപ്പോൾ സ്ഥാനക്കയറ്റം കൊടുത്തു, അദ്ദേഹത്തിന് ഉയർന്ന സ്ഥാനക്കയറ്റം കൊടുത്തു എന്നാണ്. ഇവിടെ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അവതരിച്ചു കൊണ്ടിരുന്ന കാലത്ത് അല്ലെങ്കിൽ അതിൻ്റെ മുമ്പേ ക്രിസ്ത്യാനികൾ എല്ലാ വിഭാഗങ്ങളും തന്നെ വിശ്വസിച്ചിരുന്ന വിശ്വാസം ഈസാ നബി അലൈഹിസ്സലാം കൽവരി കുരിശിൽ ക്രൂശിതനായതിന് ശേഷം അദ്ദേഹം കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് ആകാശലോകത്തേക്ക് പോയി എന്നാണ്. ആകാശലോകത്തേക്ക് പോയി എന്നത് മാത്രമല്ല അദ്ദേഹം പിന്നീട് വരും എന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ ക്രിസ്ത്യാനികളുടെ ഈസാ നബിയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളിൽ അദ്ദേഹം ദൈവപുത്രനാണ്, ദൈവമാണ് എന്നൊക്കെയുള്ള അവരുടെ വിശ്വാസത്തെ ഖണ്ഡിക്കുമ്പോൾ തന്നെ ഈ ഒരു വിശ്വാസത്തെ യേശു സ്വർഗത്തിലേക്ക് അടുപ്പപ്പെട്ടു അല്ലെങ്കിൽ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു എന്ന അവരുടെ വാദത്തെയോ അതുപോലെ തന്നെ തിരിച്ചു വരുന്നുള്ള വാദത്തെയോ ഖുർആൻ എതിർത്തിട്ടില്ല, അതിനെ നിഷേധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവരുടെ ഈ വാദഗതിയെ ശരിവെക്കുന്ന വിധത്തിലാണ് ഖുർആനിൻ്റെ പ്രയോഗം എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതാണ് ഇന്നി മുത്തവഫീക വറാഫിയുക ഇലയ്യ, നിന്നെ ഞാൻ തവഫ എന്ന് പറഞ്ഞാൽ ഖുർആൻ രണ്ടർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്ന് മരിപ്പിക്കുക, അള്ളാഹു അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് എടുക്കുക, ഈ രണ്ടർത്ഥത്തിലും ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ, സൂറത്ത് സുമറിൽ ഖുർആൻ പറഞ്ഞ അങ്ങനെയാണ്. അള്ളാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ, അള്ളാഹു നഫ്സ് ആത്മാക്കളെ പൂർണ്ണമായിട്ട് എടുക്കുന്നു ഹീന മൗതിഹ, അവയുടെ മരണവേളയിൽ. എന്നിട്ട് പറയുന്നത് വല്ലത്തി ലം തമുത്ത്, എന്നാൽ മരിച്ചിട്ടില്ലാത്ത. അപ്പോൾ ഇവിടെ മരിപ്പിച്ചു എന്ന അർത്ഥത്തിലാണ് അള്ളാഹു യതവഫൽ അൻഫുസ എന്ന് പറയുന്നതെങ്കിൽ പിന്നെ വല്ലത്തി ലം യമുത്ത് വല്ലത്തി ലം തമുത്ത്, മരിച്ചിട്ടില്ലാത്തവ എന്ന് പറയുന്നതിന് അർത്ഥം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ മരിപ്പിച്ചു തവഫ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് മരിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല എന്ന് വന്നു. അപ്പോൾ നഫ്സുകളെ അവ ഉറങ്ങുന്ന സമയത്ത് ഹീന മൗത്തിഹാറിനാലും ഉറങ്ങണ മൗത്ത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉറക്കമാണ്. ഈ ഉറങ്ങുന്ന സമയത്ത് ആത്മാക്കളെ പൂർണ്ണമായിട്ട് എടുക്കുന്നു. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ സംരക്ഷണയിലാണ് അപ്പോൾ ഉണ്ടാവുക. എന്നിട്ട് വല്ലത്തിലം തമുത്ത്, മരിച്ച് യഥാർത്ഥത്തിൽ മരണം വരിച്ചിട്ടില്ലാത്തവ, വല്ലത്തിലം തമുത്ത് ഫീ മനാമിഹ, യഥാർത്ഥത്തിൽ ഉറക്കത്തിൽ മരിച്ചിട്ടില്ലാത്തവ അവയെ അള്ളാഹു പിന്നീട് വിട്ടയക്കുകയാണ് ചെയ്യുക. അതായത് അവർ പിന്നെയും ഭൂമിയിൽ ജീവിച്ചു വരുന്നു. അപ്പോൾ ഇവിടെ തവഫ എന്നുള്ളത് പൂർണ്ണമായി എടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് എന്നത് ഈ ആയത്തിലെ ഈ പ്രയോഗങ്ങൾ തന്നെ തെളിവാണ്. അപ്പം ഈസാ നബി അലൈഹിസ്സലാമിനോട് ഇന്നി മുതവഫീക എന്ന് സൂറത്ത് ആല ഇംറാനിൽ പറഞ്ഞത് ഏതർത്ഥത്തിലായിരിക്കും? വറാഫിയൊക്കെ ഇലയ്യ എന്ന് തൊട്ടുടനെ പറയുന്നത് കൊണ്ട് ഇവിടെയും മരിപ്പിക്കും എന്നല്ല അർത്ഥം. നിന്നെ ഞാൻ പൂർണ്ണമായി എടുക്കുമെന്നും നിന്നെ ഞാൻ എൻ്റെ അടുത്തേക്ക് ഉയർത്തുമെന്നുമാണ് വളരെ വ്യക്തമാണ്. ഈസാ നബി അലൈഹിസ്സലാം അല്ലാത്ത ഒരാളെ സംബന്ധിച്ചും ഇങ്ങനെയുള്ളൊരു പ്രയോഗം നമ്മൾക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്.
അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ചിരഞ്ജീവിയാണോ, ശാശ്വതമായിട്ട് ജീവിക്കുന്ന ആളാണോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇവിടെ സി.എച്ച്. മുസ്തഫ ഒമാ ജഅൽനാലി ബശരിൻ മിൻ ഖബലിക്കൽ ഖുൽദ് എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഈസാ നബിയുടെ ഈ ഒരു തിരോധാനത്തെ അല്ലെങ്കിൽ ആകാശത്തേക്ക് ഉയർത്തി എന്ന് പറയുന്നത് നിഷേധിക്കുന്നത്. ഒരു മനുഷ്യനും നിനക്ക് മുമ്പ് ഉള്ള ഒരു മനുഷ്യനും നാം ഖുൽദ് ശാശ്വതീകത നൽകിയിട്ടില്ല എന്ന്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ശാശ്വതവാസിയാണോ എന്നാണ് മുസ്തഫയുടെ ചോദ്യം. എന്താണ് ഖുൽദ് എന്ന് പറഞ്ഞാൽ? ഒരിക്കലും മരണമില്ലാത്ത ജീവിതം എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുള്ള മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താണ്? അദ്ദേഹം ഭൂമിയിൽ തിരിച്ചു വന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിത് വിശ്വസിക്കുന്നത്. അദ്ദേഹം ഭൂമിയിൽ തിരിച്ചു വന്നതിൻ്റെ ശേഷം അദ്ദേഹം 40 വർഷക്കാലം ഇവിടെ ഇസ്ലാമിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തനുസരിച്ച് ഭരണം നടത്തുകയും അവിടെ അദ്ദേഹം ചില സംഗതികൾ ചെയ്യുന്നുണ്ട്. ദജ്ജാലിനെ കൊല്ലുക, കുരിശുടക്കുക, അതുപോലെ പന്നിയെ കൊല്ലുക തുടങ്ങിയുള്ള സംഗതികൾ. ഇതിനൊക്കെ മുസ്തഫ തള്ളി പറയുന്നുണ്ട്, അല്ലെങ്കിൽ പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം മരിക്കും എന്നതാണ് വസ്തുത. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിയുടെ ഖുൽദില്ല, നിനക്ക് മുമ്പ് ഒരു മനുഷ്യനും നാം ഖുൽദ് ശാശ്വതീകത നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈസാ നബിക്കും ശാശ്വതീകത നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഈ ശാശ്വതീകത നൽകിയിട്ടില്ല എന്നതുകൊണ്ട് മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ പിന്നീട് മരിക്കുകയില്ല എന്നതിനർത്ഥം പറയാൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളൊരു അർത്ഥകൽപ്പനയാണ് മുസ്തഫ നൽകിയിട്ടുള്ളത് എന്നത് വളരെ വ്യക്തമാണ്. മുസ്തഫ ഇതൊക്കെ നിഷേധിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഹദീസ് നിഷേധിക്കണം, ആ കൂട്ടത്തിൽ മുആവിയയുടെ തലയിൽ ഇതൊക്കെ കെട്ടിവെക്കുകയും ചെയ്യണം. എന്നിട്ട് ഇതിൽ രാഷ്ട്രീയം കാണാനാണ് അദ്ദേഹം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മുആവിയക്ക് ഭരണം പിടിക്കാൻ, അത് നിലനിർത്താൻ, ഉമവികൾക്ക് ഭരണം കൈമാറാൻ എന്തിനാണ് ഈസാ നബിയെ ആകാശത്തേക്ക് ഉയർത്തുന്നത് എന്നൊരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. കാരണം ദജ്ജാലിൻ്റെ കഥ മായാവി കഥയാണെന്നും അത് മുആവിയൻ്റെ ആളുകൾ ഈ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നിർമ്മിച്ചതാണ്, ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നതിലെ ബുദ്ധിശൂന്യത പോലെ തന്നെ, അല്ലെ യുക്തിഹീനത പോലെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ളൊരു സംഗതിയാണ്. ഈസാ നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കഥ മുആവിയൻ്റെ ആളുകൾ മെനഞ്ഞുണ്ടാക്കി എന്ന് പറയുന്നത്. കാരണം ഒരു അധികാരം കൊതിക്കുന്ന ഒരാൾക്ക്, രാഷ്ട്രീയ നേട്ടം കൊതിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള കഥകൾ മെനയുക എന്നതല്ല അയാളുടെ മുമ്പിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞത്. ഇങ്ങനെ കഥകളുണ്ടാക്കിയത് കൊണ്ട് മാത്രം അയാൾക്ക് അധികാരം ലഭിക്കാനും പോകുന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അധികാരം നിലനിർത്തണമെങ്കിൽ അതിന് പറ്റിയ ഒരു സംഘം അയാളുടെ കൂടെ വേണം, അതോടൊപ്പം ആയുധ ബലം വേണം. ഈ ആയുധ ബലവും ആൾബലവും ഉപയോഗിച്ചുകൊണ്ട് എതിരാളിയെ യുദ്ധത്തിലും മറ്റുമൊക്കെ പരാജയപ്പെടുത്തി ഭരണം പിടിച്ചു പറ്റാനുള്ളതാണ് ഭരണ നേട്ടം കൊയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യുക. അല്ലാതെ അവരിങ്ങനെ കഥകളുണ്ടാക്കി പ്രചരിപ്പിച്ച് അതിലൂടെ അധികാരം നേടിയെടുത്തതിൻ്റെ ഒരു ചരിത്രവും ലോകത്ത് ഒരു നാട്ടിലും ഒരു കാലഘട്ടത്തിലും എടുത്തുദ്ധരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ മുസ്തഫ തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി തൻ്റെ ആ ഒരു മുആവിയൻ പേടി അത് പറഞ്ഞു തീർക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്ന ഇത്തരം കാര്യങ്ങളെ നിഷേധിക്കുകയും ഇതൊക്കെ മായാവി കഥകളാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ മുസ്തഫക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രവചനങ്ങളോട് യാതൊരു ആദരവും അല്ലെങ്കിൽ അത് വിശ്വാസവും ഇല്ലാത്തതിൻ്റെ പേരിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള വാദഗതികൾ ഉന്നയിക്കുന്നത് എന്നതാണ് വസ്തുത. ഇത് സംബന്ധമായി ഇനിയും ചില സംഗതികൾ പറയാനുണ്ട്, നമുക്കടുത്ത എപ്പിസോഡിൽ കാണാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.